ഒരു പൈസ ലാഭിച്ചാൽ വണ്ടി അത് ശരിയാണ്. ഞാൻ വിളിക്കുമ്പോ ഞാൻ ഡയറക്ടറാന്നെല്ലാം ഇതാണ് നമ്മുടെ നായകൻ. ആക്ടിങ്ങിന്റെ തിരക്കില് നമുക്ക് ഡയറക്ടിങ് അല്ലെ ഡയറക്ഷൻ അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും. കാണുന്ന നമ്മളെ നായകൻ. അങ്ങനെ നടൻ പ്രോനെ പിക്കപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതാ ഡ്രൈവർ വന്നിട്ടുണ്ട്. ഇതിൽ പറഞ്ഞ ഡ്രൈവിംഗിൽ ഭയങ്കര ക്രേസ് ഉള്ള ഒരു വ്യക്തിയാണ് അല്ലെ? അതറിയില്ല, വണ്ടി പെട്രോൾ ഡീസൽ അറിയില്ല. ഓർഡറാണ് വിളിച്ചെടുക്കുന്നില്ല, വണ്ടിക്ക് എണ്ണയില്ല. വണ്ടി എടുക്കാൻ പോയതും നേരെ ഒക്കെ ഓടിക്കണ നേരം കൂട്ടുമ്പോ ക്യാമറ കാണുമ്പോ കളിക്കുന്നത്. വിജിലിനെ കുറിച്ച് പറയാണെങ്കിൽ ഈ വണ്ടി പറഞ്ഞ വിജില് പണ്ടേ ക്രേസാ. പറഞ്ഞ വിജില് ക്യാമറ വിജിലും ഡ്രൈവിംഗിലും തമ്മിലെ കണക്ഷൻ പറയുകയാണെങ്കിൽ പണ്ട് അമ്മ പറശ്ശേരി പോകും വിജിൽ വിളിച്ച് ഫാമിലി. വിജിൽ പറഞ്ഞു ഇല്ല ഞായറാഴ്ച തിരക്കാണ് വരുന്നില്ല. ഞാൻ പറഞ്ഞു വിജില് വണ്ടി എടുക്കണം. ആ വണ്ടി എടുക്കുന്ന വരാം. വണ്ടി എടുക്കാൻ രാത്രി 12 മണിക്ക് വിളിച്ചാ രാവിലെ പോണം വണ്ടി എടുക്കണം. ടവേര എടുക്കണം പറഞ്ഞു വിജിൽ. ഞാനും വീട്ടിലാരും എണീച്ചിട്ടാ രാവിലെ പൊളിച്ചൊക്കെ വീട്ടിനെ പുറത്താക്കുമ്പോ രാവിലെ വീട്ടില് പുറത്തിറക്കിട്ട് നോക്കുമ്പോ വിജില് വണ്ടി എടുത്ത് മുണ്ടലെടുത്ത് നിൽക്കുന്നത്. എങ്ങനെയാ വീട് വെച്ചപ്പാട് ആടെ വണ്ടി എടുക്കാൻ പോയിട്ട് ഞാൻ എന്താ പറയാ ഞാൻ നേരത്തെ ഇത് വരണ്ടേ ആടെ എത്തിട്ട് മാത്രം എത്തിട്ട് എന്നെ വിളിക്കുന്നത്. എത്ര സമയം വിളിക്കുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വിളിച്ചിട്ടാ ആടെ വണ്ടി എടുക്കാൻ പോയിട്ട് അതിന് ബെല്ലും ഞാൻ എല്ലാരും വിളിച്ചിട്ട് ഞാൻ കിടന്ന 2 മണിക്കടെ 5:30 കാണിച്ചു. ഓക്കെ ബൈ. ഒക്കെ വിജില് പോയി ഓഫാകുന്നാണല്ലോ പോ. വിജിലങ്ങോട്ട് പോയല്ലേ? വിജിലാണ് ഇറക്കി വിട്ട് വിജിലെ വണ്ടി എടുക്കാൻ കൂട്ടാൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഊക്കുന്നവനാ. രാവിലെ എണീച്ച് വന്നിട്ട് നടന്ന് അൽത്താപ്പുറം അതങ്ങ് പറ. ആയർന്ന മണ്ടത്തരാണ്ട് ആയർക്കൂല. അൽത്താഫിന്റെ വൈറൽ വീഡിയോ എല്ലാം ഉണ്ടല്ലോ വരാൻ. അത് വന്നിട്ടല്ലേ ഇത് വരൂ. അത് വന്നിട്ടേ വരൂ. ഇത് ഇടൂ. നേരത്തെ അത് ഇതിന് ശേഷം ഒന്നുമില്ല. വണ്ടി നോക്കുന്നുണ്ടല്ലേ? പഴയ വണ്ടി ഇതുവരെ കാണിച്ചിട്ടില്ല. വണ്ടി ഞാൻ പറയാം ST 2004 മോഡൽ അല്ല ഇതിലെ വീഡിയോ കാണിക്കാൻ ഇവന്റെ പഴയ പഴയല്ല പഴയ 2000 ശേഷമില്ല. ഹെഡ്ലൈറ്റ് ഇല്ല, പഴയ ഹെഡ്ലൈറ്റ് ഇല്ല. വണ്ടി എല്ലാരും നോക്കണ്ടായിട്ടല്ലേ? വാ അൽത്താഫ് എന്നാ കളിക്കുന്ന പേടിക്കുന്ന ഇങ്ങനെ. 2000 ശേഷമില്ല, പഴയ ഇങ്ങനെ അറിയാം. ഹെഡ്ലൈറ്റ് ഇങ്ങനെ നേരെ അറിയാം ഫുള്ള് വരുന്നുണ്ട്. ഇത് 2000 ശേഷം 2004 എന്റെ ഒരു വണ്ടി. നായകനാണ് സിനിമ രണ്ടില് തമാശ ചെയ്യാം. പോസ്റ്റർ ഇട്ട് കൊടുക്കാം. ഒരു വീഡിയോ ഇറങ്ങിയിട്ട് നമ്മൾ ഇതുവരെ ഇവനല്ലാത്ത എല്ലാരും പുച്ഛിക്കും. ആര് നിങ്ങളെന്താ പറയണ്ടായില്ലേ? പറയുന്നുണ്ട് അതിനാ ഇവിടുന്ന് വേറെ പറയുന്നുണ്ട് അടുത്തേല്. അതില് പറയുന്നുണ്ട് അതിന്. നായകൻ ഉണ്ട് നമ്മളെ ക്യാമറമാൻ സിനിമാറ്റോഗ്രാഫർ. ഇങ്ങനെ നമ്മ സിനിമ കാണാന്നെല്ലാം പറഞ്ഞിട്ട് ബുക്ക്. ഇവൻ നമ്മളെ ഓൾ ഇൻ ഓൾ അല്ലേ? ഓൾ ഇൻ ഓൾ അൽത്താഫ്.
ഞാൻ വിളിക്കുമ്പോ ഞാൻ ഡയറക്ടറാന്നെല്ലാം പറഞ്ഞ വിളിച്ചിരിക്കും വിളിച്ചു ഭയങ്കര സീരിയസായിട്ട് പറഞ്ഞേ ഡയറക്ടറാണ് വിളിച്ചാര് അല്ലെ വലിയ തിരക്കിലാണ്. പിന്നെ പറഞ്ഞ കഥയിലെ മാറ്റം നമുക്ക് ഇന്നെല്ലാം പറയുന്നുണ്ടേ. കഥയിലെല്ലാം ഇടുമ്പോൾ ഒരു സംവിധാനം അല്ലെ സ്ക്രിപ്റ്റ് റൈറ്ററെ ചോദ്യം ചെയ്തു. പോയി വാ എടുത്തിട്ടോ ഡ്രസ്സെല്ലാം എടുത്തിട്ടോ. പൈസ വണ്ടി ശരിയാണ് ഫുള്ള് കാണിക്കോ അല്ലേ? നീ എന്നിട്ട് ഇവനെ കെട്ടിക്കൊടുക്കുന്ന ബ്രോ? ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ എനക്ക് 21. ആശാൻ മുണ്ടും പാൻറ്റും ഇട്ടിരിക്കുന്നു. നമ്മളെ സ്വന്തം ചങ്ങ. ഇത് കിട്ടുന്നു ശരിക്കും കിട്ടുന്നില്ല. നിങ്ങ ഇത് ഒന്നുകൂടെ ഇട്ടിട്ട് കൈ ഇങ്ങനെ വിളിച്ച് കിട്ടും. ഫസ്റ്റ് ഒന്ന് മാത്രം വിളിക്കും മെല്ല അങ്ങനെ മെല്ല വിളിച്ച കയ്യിലെ ചോത്ത് ഗുണ്ടായി ശരിക്കും. മസില് പെരുകി പൊടിയെല്ലാം തട്ടിക്കളഞ്ഞോ തറക്കകത്ത്. ഇതാണ് മെയിൻ ഗുണ്ട. ആര് എന്ന് പേര് കണ്ണമ്പായി. നിന്നെ എന്തേ എവിടെ വന്നിട്ടില്ല ബ്രോ? നായകനല്ല നിശാനെ കുറിച്ച് നമുക്ക് പറഞ്ഞാലേ പറ്റല്ലേ? അത്രയും സാധാരണായിരുന്നല്ലേ നമുക്ക് ഇത്രയും വലിയൊരു നടനാണെന്ന് പുറത്തറിയിക്കാതെ സിംപ്ലിസിറ്റി ആണ് പുള്ളിയുടെ മെയിൻ. തമാശയായിട്ട് പറഞ്ഞല്ല, ഒരു പടത്തിൽ ശരിക്കും അഭിനയിച്ചിട്ടുണ്ട് നായകനായിട്ട്. നായകൻ ആ പോസ്റ്റർ അയച്ചത് അതിൽ കൊടുക്കാം. പോസ്റ്റർ വെറുതെ കൊടുക്കാൻ എല്ലാവർക്കും ഒരു പടത്തിന്റെ റിലീസ് എന്തോ അല്ലേ വൈകുന്നുണ്ട് അല്ലേ? റിലീസ് എന്തോ പോസ്റ്റർ എന്നിട്ട് ഇതിലെവിടെയാ കാണിച്ചേ കാണിക്ക്. ഇതാണ് നമ്മുടെ നായകൻ. വെറുതെ പറഞ്ഞല്ല അല്ലെ, ശരിക്കും അഭിനയിച്ച ആളിന്നെ. ഒരാളും കൂടെ വരാണ് ക്യാമറമാൻ ഓൺ ദ വേ. ക്യാമറമാൻ ഇത് പറ ഒരു പീസ് മതിയാവായിട്ട് രണ്ടെണ്ണമായി തിന്നു. ഇറച്ചി മീനായ തിന്നൊരു കണ്ണ് കാണുന്നില്ല. ഹലോ കമോൺ അപ്പൊ അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാരും ഉണ്ടല്ലേ? അൽത്താഫ് ക്യാമറമാൻ ആക്ടർ ആശാൻ. ഇത് പിന്നെ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഡയറക്ടർ കം ആക്ടർ. ആക്ടിങ്ങിന്റെ തിരക്കിൽ നമുക്ക് ഡയറക്ടിങ് അല്ലെ ഡയറക്ഷൻ അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റില്ല. ശ്രദ്ധിക്കാൻ പറ്റില്ല. അഭിനയിക്കും എല്ലാ സീനിലും ഞാനുണ്ട്. പിന്നെ അവിടെ ഞാൻ ഇതിനിടക്ക് ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി അൽത്താഫ് ഓളിനോളായിരുന്നു എല്ലാത്തിനും. പറഞ്ഞോ, നമ്മളെ പാനെടുക്കല്, വെള്ളം കൊണ്ടല്, എല്ലാ പണിക്കും അൽത്താഫിനുണ്ട്. നമുക്ക് വളരെ അല്ലെ ഉപകാരമുള്ള ഒരാളാണ്. കോളേജ് ലീവാക്കിട്ടാണ് വന്നത്. കട്ട് ചെയ്ത് അല്ലെ ഇന്നലെ കോളേജ് ചേർന്നിട്ട് പിറ്റേ ദിവസം ലീവാക്കിട്ടാണ് നമ്മളെ ഈ ഒരു വൈബ് കോളേജിലൊക്കെ പഠിക്കുന്നല്ലേ പറയുന്നു. അതെന്തിനാ അത് പ്രൊമോഷനാ? നടക്കൂല അല്ലേ? അല്ലെ കൊറേ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ഇല്ല. കൊറേ സ്ട്രഗിൾസ് അല്ലേ, ഒന്ന് പറയാ ഒന്ന് അങ്ങനെ അല്ലെ. പലതും നമുക്ക് ഇങ്ങനെ വൈകിട്ട് പറയാൻ പറ്റില്ല. ഇപ്പം വരെ പ്രശ്നം കഴിഞ്ഞു. അതങ്ങനെ പലതും നമുക്ക് അങ്ങനെ പുറത്തറിയാൻ അല്ലേ. ആക്ടർ അവിടെ തിരക്കിലാണല്ലേ? കൂളിംഗ് ആണ് ഒരു സ്റ്റാർട്ടപ്പ് അതിന്റെ പ്രൊമോഷൻ അതൊരു അല്ലെ ടൈപ്പ് ഓഫ് എങ്ങനെ അല്ലേ? ചിലപ്പോ നല്ല തൊട്ടിത്തരായിരിക്കും, പക്ഷെ നമ്മളെ കൊണ്ട് പരമാവധി മാക്സിമം നമ്മള് ചെയ്തിട്ടുണ്ട്. പക്ഷെ അടുത്ത ആഡ് അല്ലേ
ഇതിലും ബെസ്റ്റ് ആക്കും. ഇത് നമ്മ ഒന്നും അറിയാണ്ട് പോയി ചെയ്താണ്. അല്ല, ഇതിലാരും അറിയുന്നവരല്ല, എല്ലാം പുതിയ ആൾക്കാരാണ്. ആക്ടർ മാത്രമുണ്ട്, ആക്ടർ മാത്രമുണ്ട്, ബാക്കി എല്ലാരും പുതിയ ആൾക്കാരാണ്. അൽത്താഫ് നാടകത്തിൽ ആക്ടർക്ക് എന്താ പറയാനില്ലേ നമ്മളെ ഷൂട്ടിനെ കുറിച്ച്? ഫൈനൽ എന്താ അഭിപ്രായം എന്നാണ്? ഷൂട്ട് കഴിഞ്ഞു, അതിന്റെ ഒരു നമ്മളെ പറ്റി നമ്മളെ പറ, ചിരിക്കല പറ. ആക്ടറൊന്നും പറയാം, ആക്ടറിന് കുറച്ച് നാണാണ് കണ്ടാറിയായി. ഇത് തിക്കെന്ന് എല്ലാരും ഫിനിഷ് ആക്കി കുറെ അല്ലെ, ഫുൾ സെറ്റ് ആയി. ഇപ്പം പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു സന്തോഷം ഉണ്ടായി, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നല്ലേ. നമുക്ക് ചെയ്യാൻ തോന്നി നമ്മൾ ചെയ്തു, അത്രേ ഉള്ളൂ അല്ലേ. അതെങ്ങനെ ആവും നമുക്ക് അറിയില്ല, ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും നമ്മൾ അതിന്റെ ഒരു ഫൈനൽ സംഭവം കണ്ടിട്ടില്ല അല്ലെ, ഷൂട്ട് ചെയ്ത് കണ്ടിട്ടൊന്നുമില്ല. ഇവ മാത്രം കണ്ടിട്ടുണ്ട്, നമ്മ കണ്ടിട്ടൊന്നുമില്ല. അപ്പം ആരും കാണുന്നില്ല. ഔട്ട്പുട്ട് എങ്ങനെയായിരുന്നു നമുക്ക് തന്നെ അറിയില്ല. ഫുൾ സെറ്റ് ആയിരുന്നു. അപ്പൊ എല്ലാം നമുക്ക് ഒപ്പിക്കാൻ പറ്റുന്നില്ല ആ സമയത്ത്. കഴിഞ്ഞില്ലേ? കൈ മതി, കൈ ബൈ.